തൊഴിലാളികൾക്ക് വേണ്ടി VS നടപ്പാക്കിയ കാര്യങ്ങൾ അതൊക്കെ തന്നെയും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരേണ്ടതുണ്ട്. അദ്ദേഹം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പദ്ധതി നടപ്പാക്കാനുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കി അത് ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രസാദ്, ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ സംഘത്തെയും അദ്ദേഹത്തിന് യാത്രാമൊഴി എഴുതാൻ അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾ അതൊക്കെ കണ്ട് അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു, അവർക്ക് വേണ്ടി ഒരു ക്ഷേമ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി VS നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൂടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നെൽവയൽ നീർത്തട സംരക്ഷണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എന്നേ VS തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് അതൊരു പ്രധാനപ്പെട്ട നിയമമായി വരുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഏറ്റെടുത്ത വിഷയങ്ങൾ, അതിന്റെ ഗുണങ്ങൾ ലഭിച്ച ജനങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ട ഒരു മനുഷ്യൻ എന്ന ആ സമൂഹം പൂർണ്ണമായി നോക്കൂ, ഇപ്പോൾ ഒരു നേരിയ മഴ പെയ്തു. ആ മഴ തിരുവനന്തപുരം നഗരം തങ്ങളുടെ പ്രിയപ്പെട്ട VSന് ഇപ്പോൾ വിട നൽകുന്നതാണോ? കാരണം ബാട്ടൺ ഹില്ലിലെ വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എടുക്കുന്ന വേളയിലും ഒരു മഴ പെയ്തിരുന്നു. എന്നാൽ ദർബാർ ഹാളിലേക്ക് എത്തിയപ്പോൾ ആ മഴ മാറി നിന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് വന്ന് അവസാനമായി ഒരു നോക്ക് VSനെ കാണാൻ തടസ്സം നിന്നുകൂടാ എന്ന് മഴ പോലും തീരുമാനിച്ചു മഴ മാറി നിന്ന ഈ കർക്കിടകത്തിലെ ഒരു പകലായിരുന്നു കടന്നുപോയത്. ഇപ്പോൾ VS തിരുവനന്തപുരത്തോട് തിരിച്ച് പോവുകയാണ് എന്ന് യാത്ര പറയുന്ന വേളയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുന്ന വേളയാണ്. വളർച്ചയിലും തളർച്ചയിലും തിരുവനന്തപുരം VSനെ ചേർത്തു നിർത്തിയതാണ്. ആ തിരുവനന്തപുരത്തിന്റെ മണ്ണിലൂടെ കടന്നു പോവുകയാണ് തിരുവനന്തപുരത്തിന്റെ സമരനായകൻ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ ജാഥ നടന്നതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സാധാരണക്കാരായ മനുഷ്യർ കൂടി നിൽക്കുകയാണ്. അവർക്ക് വലിപ്പ ചെറുപ്പമില്ല. എല്ലാവരുടെയും കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്നത് ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഞങ്ങളുടെ VS മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം തന്നെയാണ്. ആരും മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ജനത പുറത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങുക, മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളത് ഒരുപക്ഷെ കേരളം കണ്ട ആദ്യത്തെ കാഴ്ചയാണ്, ഒരുപക്ഷെ അവസാനത്തെ കാഴ്ചയുമാകാം. ആ ജനങ്ങളുടെ അഭിലാഷത്തിന് വഴങ്ങേണ്ടി വന്നു അന്ന് പാർട്ടിക്ക്. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് കേരളം കണ്ടു. ഇപ്പോൾ VSന് യാത്രയയപ്പ് നൽകുന്നതും വിട നൽകുന്നതും അതേ സ്നേഹവായ്പോടെ VSനെ ഏറ്റെടുത്ത ജനത. നമ്മളിതാ മംഗലപുരത്തേക്ക് എത്തുകയാണ്. മംഗലപുരത്തേക്കുള്ള വഴിയിൽ ഇരുൾ വീണിരിക്കുന്നു. VS ഇല്ലാത്ത കേരളത്തിൽ ഇരുൾ വീണതുപോലെ VS അച്യുതാനന്ദനായി കാത്തു നിൽക്കുന്നവരിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ നീണ്ട നിര നമുക്ക് കാണാം. ആരും വിളിച്ചുകൂട്ടാതെ എത്തിയ ഈ പിന്തുണ അത് VS എന്ന ജനനായകനുള്ള ശ്രദ്ധാഞ്ജലിയായി മാറുകയാണ്. മഴ പെയ്യുന്നുണ്ട്, എന്നാൽ മഴയിലും ചോരാത്ത സമരവീര്യമാണ് VS. ആ സമരവീര്യം ഏറെ കണ്ട രാഷ്ട്രീയ തട്ടകമാണ് തിരുവനന്തപുരം. നിശ്ചയദാർഢ്യമുള്ള പോരാളിയായി, നിരായുധനായ നേതാവായി, ഇത് രണ്ടും തിരുവനന്തപുരം അദ്ദേഹത്തെ കണ്ടതാണ്. എല്ലാ ഘട്ടത്തിലും തലസ്ഥാന ജനത അദ്ദേഹം തലസ്ഥാനത്തെയും തിരിച്ചു പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാർട്ടിയുടെ പിറവി മുതൽ ഒപ്പം നടന്ന VS, ആ പിറവി മുതൽ ഒപ്പം നടന്ന VSന് ഒരു നൂറ്റാണ്ടിന്റെ ചെറുപ്പം അദ്ദേഹം ജനങ്ങളിൽ കാത്തുവെച്ചാണ് യാത്രയാകുന്നത്. നോക്കൂ, മംഗലപുരത്തേക്കുള്ള വഴിയിൽ ആളുകൾ ഇരുഭാഗങ്ങളിലുമായി കാത്തു നിൽക്കുന്നുണ്ട്. അതിലേറിയ പങ്കും യുവാക്കളാണ്. അവരുടെയൊക്കെ ഹൃദയത്തിൽ VS കൊളുത്തിയ ആ ജ്വാല അത് ഇനിയും ആളിക്കത്തുമെന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ പ്രതീക്ഷയായി മാറാൻ പോകുന്നത്. VS താങ്കൾ ഒരു പ്രതീക്ഷയാണ്, ജനഹൃദയങ്ങളെ പ്രചോദിപ്പിക്കുന്ന പ്രതീക്ഷയാണ്. ആ ചെങ്കനൽ എല്ലാ യുവതലമുറ യുവജനത നൽകുന്ന വാഗ്ദാനം അതാണ്. സഖാവ് VS, താങ്കൾ മരിക്കുന്നില്ല, താങ്കൾ ഞങ്ങളിലൂടെ പുനർജനിക്കാൻ പോവുകയാണ്, ജീവിക്കാൻ പോവുകയാണ് എന്ന് യുവതലമുറ പറഞ്ഞുകൊണ്ട് നെഞ്ചേറ്റുകയാണ് VSനെ. സ്ത്രീകളുടെ സാന്നിധ്യം, പെൺകുട്ടികളുടെ സാന്നിധ്യം, യുവാക്കളുടെ സാന്നിധ്യം അത് ഈ വിലാപയാത്രയെ വ്യത്യസ്തമാക്കുകയാണ്. അങ്ങനെ VS അച്യുതാനന്ദന്റെ ഒരു കാലഘട്ടത്തിന്റെ, ഒരു നൂറ്റാണ്ടിന്റെ അടയാളപ്പെടുത്തലായി മാറുകയാണ്. തലസ്ഥാനം വിട്ട് തിരുവനന്തപുരം വിട്ട് അദ്ദേഹം യാത്രയാവുകയാണ്. തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലേക്ക് ഇനി അധിക ദൂരമില്ല. മഴയത്തും മുഴങ്ങുകയാണ് VSന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ. കുടചൂടി പിടിച്ച് കാത്തു നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. വഴിയുടെ ഇരുവശങ്ങളിലും കുടുംബമായി വന്നു നിൽക്കുന്ന മനുഷ്യരെ കാണാം. ചെറിയ കുഞ്ഞുങ്ങളുണ്ടതിൽ. അവർക്കൊക്കെ VS അപ്പൂപ്പനെ കുറിച്ച് അവരുടെ അച്ഛനമ്മമാരും മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. ഇതുപോലൊരു മനുഷ്യൻ ഞങ്ങൾക്കൊക്കെ പ്രചോദനമായിരുന്നു, ഇതുപോലൊരു മനുഷ്യന്റെ കാലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെ മഹാഭാഗ്യമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറുന്ന VS എന്ന രണ്ടക്ഷരം അതുതന്നെയാണ് VS. നൽകിയിരിക്കുന്ന പ്രതീക്ഷ ചെറുതല്ല. VS എടുത്ത ആ ഇടവേള, VSനെ അറിയാത്തവരായിരിക്കാം ഇനിയുള്ളവർ എന്ന് നമ്മൾ കരുതിയെടുത്താണ് തെറ്റിയത്.
VS അറിയുന്നവരായിരുന്നു എല്ലാവരും. ഉയർത്തിയ രാഷ്ട്രീയം ഏറ്റുപിടിക്കുന്ന ഒരു യുവതലമുറ ഇവിടെയുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷ തന്നെയാണ്. മഴ ചെറുതായി പൊടിയുന്നുണ്ട്, പക്ഷേ മഴയത്തും അവർ VS കണ്ടിട്ടേ പോകൂ എന്ന തീരുമാനത്തിൽ തന്നെ അവിടെ തുടരുകയാണ്. ഇപ്പോൾ ടെക്നോസിറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്തതാണ് മംഗലപുരം. ഈ യാത്ര അങ്ങനെ നീളുമ്പോൾ പലയിടത്തായി ആ വാഹനത്തിൽ നിർത്തേണ്ടി വരുന്നു. പലയിടത്തായി VS അഭിവാദ്യം ചെയ്യുന്ന ആളുകളെ കാണുന്നു. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം പലയിടത്തുള്ള സഖാക്കൾ ഏറ്റുചൊല്ലുന്നു. ആ കാഴ്ച അങ്ങ് ആലപ്പുഴ വരെ നീളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ തോത് ചിലയിടങ്ങളിൽ വളരെ കൂടുതലാണ്. ചിലയിടത്തെത്തുമ്പോൾ റോഡിന്റെ കുഴപ്പം കൊണ്ട് ചില ഭാഗങ്ങളിൽ ആളുകൾ നിൽക്കുന്നില്ല. പക്ഷേ അപ്പോഴും നോക്കൂ സ്മൃതി, കടത്തിണ്ണകളിൽ കയറി നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. കടത്തിണ്ണകളിൽ കുടുംബമായി വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കയ്യിലേന്തിയ അമ്മമാരെ നമുക്ക് കാണാം. അവരുടെയൊക്കെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ മംഗലപുരത്തേക്ക് അടുക്കുമ്പോൾ ടെക്നോസിറ്റി പിന്നിട്ട് മംഗലപുരത്തേക്ക് നമ്മുടെ വിലാപയാത്രാ വാഹനം ഇപ്പോൾ എത്തുമ്പോൾ അവിടെ കുടചൂടി നിൽക്കുന്ന കടത്തിണ്ണകളിൽ കയറി നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. അതിന് കാരണം റോഡിന്റെ ദുർഘട സ്ഥിതിയാണ്. ഇതിനിടയ്ക്ക് കൂടി അധികം കടന്നു പോകാനും മാറി നിൽക്കാനും ഇടമില്ല. അവിടെയാണ് ഈ കടകൾക്ക് മുൻപിൽ ആളുകൾ നിൽക്കുന്നത്. ഒരു നോക്കെങ്കിലും കണ്ടിട്ട് മടങ്ങുക, ഒരു യാത്രാമൊഴിയെങ്കിലും പറഞ്ഞിട്ട് മടങ്ങുക എന്ന തീരുമാനത്തിൽ കേരളക്കരെ ആകെ അദ്ദേഹത്തെ ഒരു ജനാവലിയെ നിങ്ങൾ കാണുന്നില്ലേ? ഈ ജനാവലി കഴിഞ്ഞ 4 മണിക്കൂറായി കാത്തുനിൽപ്പാണ്. 2:30 സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെട്ട് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര മംഗലപുരം എത്തിയിട്ടേയുള്ളൂ. കഷ്ടിച്ച് 23 കിലോമീറ്റർ മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 6.5 മണിക്കൂർ കൊണ്ട് 23 കിലോമീറ്റർ മാത്രം പിന്നിട്ട വിലാപയാത്ര മംഗലപുരത്തേക്ക് എത്തുകയാണ്. ഇനി സമയം ബാക്കി അവശേഷിക്കുന്നത് 5 മിനിറ്റാണ്. പാർട്ടി നേരത്തെ നിശ്ചയിച്ചത് 9 മണിക്ക് ആലപ്പുഴയിലേക്ക് കടക്കാൻ വേണ്ടി തിരുവനന്തപുരം ജില്ലാ അതിർത്തി വിടണം എന്നുള്ളതാണ്, അല്ലേ? 9 മണിയോടുകൂടി എത്തണം എന്നാണോ നിശ്ചയിച്ചിരുന്നത്? ആലപ്പുഴയിലെത്തും 9 മണിക്ക് ആലപ്പുഴയിൽ എത്തുമെന്നാണ് പാർട്ടി നിശ്ചയിച്ചത്. പാർട്ടി നിശ്ചയിച്ച എല്ലാ സമയക്രമങ്ങളും മാറി. പാർട്ടി നിശ്ചയിച്ച സമയത്തിന് ഇനി 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ മംഗലപുരത്തേക്ക് എത്തുന്നത് മാത്രം 23 കിലോമീറ്ററേ എത്തിയിട്ടുള്ളൂ.